എൻ്റെ ചോരയുടെ നിറം ചുവപ്പാണ്. എല്ലാവരുടെയും ചോരയുടെ നിറം ചുവപ്പാണ്. സർവ ജീവജാലങ്ങളുടെയും. ചുവപ്പിന് അഭിമാനം, ആവേശം, സമരവീര്യം, സ്നേഹം എന്നൊക്കെ വിളിക്കാം. അങ്ങനെയൊരു ചുവപ്പ് എന്ന പേരിൽ ഒരു ചലച്ചിത്രം ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. EK അയമു എന്ന നാടക കലാകാരൻ്റെ, മനുഷ്യസ്നേഹിയുടെ, ത്യാഗിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ചലച്ചിത്രമാണ് ചുവപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചുവപ്പിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച സനിൽ മട്ടന്നൂർ, ജയൻ ചേർത്തല, രാഹുൽ കൈമല, അനൂപ് തുടങ്ങി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. 53-ൽ EK അയമു ജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് എന്ന നാടകം അവതരിപ്പിക്കുമ്പോൾ അക്കാലത്ത് ആ നാടകത്തിൻ്റെ സന്ദേശവും മനുഷ്യസ്നേഹത്തിൻ്റെ സന്ദേശവും ഉയർത്തിപ്പിടിച്ച ആ കാലഘട്ടത്തിൽ ഒട്ടേറെ പുരോഗമന കലാ സാഹിത്യ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റുകളുമെല്ലാം അണിനിരന്ന് ആവേശം വിതറിയ കാലത്ത് ആലപ്പുഴയിൽ കൊച്ചുടുപ്പിട്ട് ഒരു മിടുക്കി, ആലപ്പുഴയിലെ ആ കൊച്ചു ഉടുപ്പിട്ട മിടുക്കിയുടെ പേര് PK മേദിനി എന്നായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം പ്രായമേറെ ചെന്ന കാലത്ത് ഈ മാസാദ്യം എറണാകുളത്തെ 1500ഓളം വരുന്ന പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു സമ്മേളനത്തിന് മുമ്പാകെ കേരളത്തിൻ്റെ പ്രിയ ഗായിക, വിപ്ലവ ഗായിക മേദിനി ചേച്ചി ഒരു പാട്ട് പാടുകയുണ്ടായി. അന്ന് പാടിയ പാട്ട് അതേ സ്വരമാധുരിയിൽ മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആവട്ടെ എന്നതായിരുന്നു ആദ്യ വരികൾ. അങ്ങനെ മനസ്സിനെ നന്നാക്കാൻ, മതമില്ലാത്ത മനുഷ്യനെ സൃഷ്ടിക്കാൻ, സ്നേഹം പങ്കുവയ്ക്കാൻ, സാമൂഹ്യ നീതിക്ക് വേണ്ടി ത്യാഗപൂർവം പ്രവർത്തിച്ച ഒരു കാലത്തിൻ്റെ ഓർമ്മ അയവിറക്കാൻ EK അയമു എന്ന പ്രശസ്ത നാടകകാരനും ത്യാഗിയും മനുഷ്യസ്നേഹിയുമായ അവരുടെ ഓർമ്മകൾക്ക് മുമ്പിലാണ് ഈ ചലച്ചിത്രം അണിയിച്ചൊരുക്കിയത്. ഞാൻ എൻ്റെ എല്ലാ സ്നേഹാഭിവാദനങ്ങളും അണിയറ പ്രവർത്തകർക്ക് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു.